ഹായ് ഹലോ, ഞങ്ങൾ നിൽക്കുന്ന സ്പോട്ട് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇതാണ് തിരുവനന്തപുരം ജില്ലയിലെ വെമ്പായത്തുള്ള ഹാപ്പി ലാൻഡ്. ഇന്ന് ഇവിടുത്തെ കുറച്ച് നല്ല വിശേഷങ്ങളാണ് ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. ഫാമിലി ആയിട്ടൊക്കെ വന്ന് ഒരു ദിവസം നല്ലതുപോലെ എൻജോയ് ചെയ്ത് കുഞ്ഞുങ്ങളോടൊക്കെ നല്ലതുപോലെ എൻജോയ് ചെയ്ത് കളിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് ഹാപ്പി ലാൻഡ് എന്ന് പറയുന്നത്. ഇവിടെ ഞങ്ങളിന്ന് ആമിക്ക് എക്സാം ഒന്നും ഇല്ലാത്തത് കൊണ്ട് കുഞ്ഞിനെയും കൊണ്ട് ഒരു ദിവസം വരാമെന്ന് കരുതി ഇന്ന് ഞങ്ങൾ വന്നതാണ്. അപ്പം ഞങ്ങളോടൊപ്പം പൊന്നുവിൻ്റെ ചേച്ചി വാവയൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങളെല്ലാവരുമായിട്ട് ഒരുമിച്ച് വന്ന് എൻജോയ് ചെയ്യാനായിട്ട് വന്നതാണ്. ഇവിടെ എക്സാമൊക്കെ നടക്കുന്നുണ്ടായിരിക്കാം. ഇവിടെ തിരക്ക് കുറവായിരുന്നു നല്ലപോലെ, എങ്കിലും ആവശ്യത്തിന് ആൾക്കാരുണ്ടായിരുന്നു. നല്ലതുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണിത്. ഈ ഗോസ്റ്റ് വില്ലയിൽ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞങ്ങൾ വന്നപ്പോൾ കയറിയായിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ അതിൽ കയറാത്തത്. കുഞ്ഞുങ്ങളൊക്കെ അതിൽ കയറിയിട്ട് ഇറങ്ങി. പിന്നെ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കാർ റേസാണ്. ഇത് മുതിർന്നവർക്കും കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ലതുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന കാർ റേസാണിത്. ഇതിൽ ഞങ്ങൾ എല്ലാവരും ഓരോ കാറിലായിട്ട് ഞങ്ങളെല്ലാവരും കയറി. നല്ലൊരു റൈഡായിരുന്നു ഇത്. നല്ല അടിച്ചു പൊളിക്കാൻ പറ്റിയ നല്ലൊരു റൈഡായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂട്ടിമുട്ടി, ചില സമയം കൂട്ടിമുട്ടും, ചില സമയം കൂട്ടിമുട്ടാതെ നല്ലതുപോലെ എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ 5D തിയേറ്ററിലേക്കാണ് പോയത്. അവിടെ ചെന്ന് കയറുമ്പോൾ തന്നെ നമുക്ക് അവിടെ നിന്നൊരു ഗ്ലാസ് തരും. അതും കൊണ്ട് വേണം നമ്മൾ തിയേറ്ററിനകത്തേക്ക് കയറേണ്ടത്. ഞങ്ങളെല്ലാവരും ഗ്ലാസ് എടുത്ത് തിയേറ്ററിനകത്തേക്ക് പോയി. അവിടെ 50 പേർക്കുള്ള സീറ്റിംഗ് കപ്പാസിറ്റിയാണുള്ളത്. പക്ഷേ അന്ന് തിരക്ക് കുറവായതുകൊണ്ട് 50 പേരില്ലായിരുന്നു, എങ്കിലും കുറച്ച് അത്യാവശ്യം ആളുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ കയറാനായിട്ട് പറ്റി. അവിടെ എല്ലാവരും ഗ്ലാസും കൊണ്ട് കയറി. ഞങ്ങളെല്ലാവരും സീറ്റിലിരിക്കുകയാണ്. ആമിയും ഗ്ലാസ്സൊക്കെ വെച്ച് റെഡി ആയിട്ടിരിക്കുകയാണ് അതിന് വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ 10 മിനിറ്റത്തെ ഷോ കഴിഞ്ഞതിന് ശേഷം അടുത്ത് പോയത് മിറർ ഹൗസിലേക്കാണ്. ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആണിത്. ആ ലൈറ്റ് അറേഞ്ച്മെൻറ്റും പിന്നെ എവിടെയാണോ നിൽക്കുന്നതെന്ന് അറിയത്തില്ല. മിറർ എല്ലാം ഉള്ള 4 ചുറ്റും മിറർ ഉള്ളത് കൊണ്ട് നമ്മൾ കൈ വെച്ചൊക്കെ നോക്കിയിട്ട് വേണം അടുത്ത് നമ്മൾ പോകേണ്ടത്. നമ്മൾ വഴി കണ്ടെത്തി പൊക്കോണം. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ആ ലൈറ്റ് അറേഞ്ച്മെൻറ്റും ഒക്കെ അവിടെ ഉള്ളത് കൊണ്ട് ഇതൊരു നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു ഇത്. ഇതിനകത്ത് അതിലൂടെ പോകുന്നതൊക്കെ ഭയങ്കര ഭംഗിയായിരുന്നത്. ഞങ്ങളെല്ലാവരും അത് ആസ്വദിച്ച് നല്ലതുപോലെ അതിൽ ആസ്വദിച്ചാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ അതെല്ലാം കണ്ട് ഞങ്ങൾ പുറത്തിറങ്ങി മിറർ ഹൗസിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പിന്നെ അടുത്തുള്ളത് ഫോട്ടോ സ്പോട്ടാണ്. ഇവിടെ നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റും. ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റിയ നല്ല സ്ഥലങ്ങളാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ആമിയൊക്കെ ഇത് നല്ലതുപോലെ എൻജോയ് ചെയ്ത് അവൾക്ക് ഭയങ്കര സന്തോഷമായി ഇങ്ങനെ ഒന്ന് ഇവിടെയൊക്കെ വരാൻ പറ്റിയതും ഒക്കെ, ഇതിൽ പാർക്കിലൊക്കെ കയറാൻ പറ്റിയതൊക്കെ. ഇത് കിഡ്സ് വേൾഡാണ്. ഇത് കുഞ്ഞുങ്ങൾക്ക്, ഈ പാർക്കിൽ കുഞ്ഞുങ്ങൾക്ക് മാത്രമേ, 14 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് മാത്രമേ ഈ പാർക്കിൽ ഈ റൈഡുകളിൽ കയറാനായിട്ട് പറ്റത്തുള്ളൂ. ആമി എല്ലാ റൈഡിലും കയറി. ട്രെയിനുണ്ട്, പിന്നെ ഫ്രോഗ്, അങ്ങനെയുള്ള കുറച്ച് റൈഡുകളുണ്ടായിരുന്നതിലും ആമി കയറി. എല്ലാ റൈഡിലും ആമി കയറി. ഭയങ്കര സന്തോഷമായി ഇതിലൊക്കെ കയറാൻ പറ്റിയത്, ഇവിടെ വരാൻ പറ്റിയതൊക്കെ. അവൾ നല്ലതുപോലെ എൻജോയ് ചെയ്ത് ആ റൈഡിലൊക്കെ കയറി. ആമി അതാ വരുന്നുണ്ട്. ആമി വരുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഈ ട്രെയിനിലൊക്കെ അവൾ കയറി. അടുത്ത് ഇത് വേറൊരു റൈഡാണിത്. ഇതിലും ആമി കയറി. അവിടെയുള്ള എല്ലാ റൈഡിലും, കുഞ്ഞുങ്ങൾക്കുള്ള എല്ലാ റൈഡിലും ആമി കയറിയിട്ടുണ്ട്. അവൾ ഭയങ്കര സന്തോഷമായി. ഇതാണ് ഞാൻ പറഞ്ഞ ഫ്രോഗിൻ്റെ. ഇതിൽ തിരക്കായതുകൊണ്ടായിരിക്കാം ഇവിടെ പൊന്നുവിനെയും വാവയൊക്കെ അതിൽ കയറാനായിട്ട് സമ്മതിച്ചവർ. അപ്പോൾ അതിൽ കയറാനായിട്ട് പറഞ്ഞു. അവർ 3 പേരും അതിൽ കയറി. ഭയങ്കര സന്തോഷമായിരുന്നു അവർക്ക്. ഇത് അടുത്ത വേറൊരു റൈഡാണിത്. അതിലും ആമി കയറി. ഇത് മുതിർന്നവർക്കും കൂടി കയറാൻ പറ്റിയ റൈഡാണ്. അപ്പോൾ ഇതിൽ ഞാനും പൊന്നും വാവയൊക്കെ ഞങ്ങളെല്ലാവരും ഇതിൽ കയറി. ഇപ്പം ഡ്രസ്സ് നനഞ്ഞാൽ, നമ്മൾ പൂളിൽ ഇറങ്ങുന്നതിന്
മുമ്പാണ് ഈ റൈഡിലൊക്കെ കയറേണ്ടത്. നമ്മുടെ ഡ്രസ്സ് നനഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇതിലൊന്നും കയറ്റത്തില്ല. അതുകൊണ്ട് പൂളിൽ ഇറങ്ങുന്നതിന് മുമ്പായിട്ടാണ് ഞങ്ങൾ ഈ റൈഡിലൊക്കെ കയറ്റിയത്. പിന്നെ പൂളിലുള്ള ഒന്നും നമുക്ക് പൂളിലോ ഒന്നുള്ള വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല, അവിടെ ക്യാമറ അലൗഡ് അല്ല. അതുകൊണ്ട് നമ്മൾ അവിടുത്തെ വീഡിയോ ഒന്നും ഞങ്ങൾ എടുത്തിട്ടില്ല, ഇതിൽ നമ്മൾ ചേർത്തിട്ടില്ല, വീഡിയോയിലൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ ബാക്കിയുള്ള ആണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അങ്ങനെ ഈ റൈഡുകളിലൊക്കെ കയറി ഞങ്ങളെല്ലാവരും ഈ റൈഡുകളിലൊക്കെ കയറി. ഇതൊക്കെ കുഞ്ഞുങ്ങൾക്കും കൂടി കയറാൻ പറ്റുന്നതാണ് ഈ റൈഡ്. കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും കൂടി കയറാൻ പറ്റിയ റൈഡാണ്. അപ്പോൾ ഞങ്ങൾ ഈ റൈഡിലൊക്കെ കയറി ഏകദേശം 1 മണിയായി ആ സമയം. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് അടുത്ത് പൂളിലേക്ക് പോകാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ തന്നെ, ഇവിടുത്തെ ഫുഡിനൊക്കെ സെപ്പറേറ്റ് പൈസയാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ 100 രൂപയാണ് ഊണ്. 100 രൂപ ആണെങ്കിലും നല്ല ഫുഡായിരുന്നു ഇത്. കറികളൊക്കെ നല്ല ടേസ്റ്റുള്ള കറികളായിരുന്നു. ഊണ് നല്ലതുപോലെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഊണാണ്. അപ്പോൾ ഊണിന് 100 രൂപയും ഫിഷ് ഫ്രൈക്ക് 80 രൂപയാണുള്ളത്. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടെ 4 ഊണ് വാങ്ങി കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ പൂളിലൊക്കെ ഇറങ്ങി അവിടുത്തെ റൈഡിലും പൂളിലുള്ള റൈഡിലൊക്കെ കയറി നല്ലതുപോലെ എൻജോയ് ചെയ്തു. ആമിക്ക് അവിടെ നിന്ന് വരാനായിട്ട് തോന്നിയില്ല, അത്രത്തോളം അവൾ അവിടെ നിന്ന് കളിച്ച് ഭയങ്കര ഹാപ്പി ആയിരുന്നു അവൾ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടുത്തെ ഹാപ്പി ലാൻഡിലെ വിശേഷം.